യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈ ദിവസങ്ങളിലുടനീളം സുവിശേഷ ഭാഗത്ത് നാം വായിച്ചു കേൾക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ മറിയം എപ്രകാരമാണോ ക്രിസ്തുവിന് ജന്മം നൽകുവാനായിട്ട് തന്നെ ഒരുക്കിയത്, അതുപോലെ ആയിരിക്കണം ക്രൈസ്തവരായ നാം ഓരോരുത്തരും വരാനിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടത്. അപ്രകാരം ഒരുക്കത്തിൻ്റെ ഒരു മാതൃകയാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ മറിയത്തെ പോലെ ഒരുങ്ങി ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ നിന്ന് 2 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത്തേത്, എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ ദൈവം ഇത്രത്തോളം ഉയർത്തിയത്? ദൈവത്തിൻ്റെ അമ്മയാകുവാൻ തക്കവിധം അവളെ ഉയർത്തിയതെന്ന് ചോദിച്ചാലും, വിശുദ്ധ യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തും. സ്തോത്രഗീതത്തിൽ പരിശുദ്ധ മറിയം തന്നെക്കുറിച്ച് പറയുന്നത് പ്രകാരമാണ്, അവിടെ നിന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. പരിശുദ്ധ മറിയം കർത്താവിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ താഴ്മയുള്ളവളായി ജീവിച്ചു. ദൈവം അവളെ ഉയർത്തി. രണ്ടാമതായിട്ട്, ദൈവം അവളെ ഉയർത്തിയപ്പോൾ പരിശുദ്ധ മറിയം എന്താണ് ചെയ്തത്? പരിശുദ്ധ മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന് നന്ദി അർപ്പിച്ചു, ദൈവത്തെ സ്നേഹിച്ചു, അതുപോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിച്ചു. ഓരോ മനുഷ്യനെയും ദൈവം ഉയർത്തുന്നത്, ഓരോ മനുഷ്യർക്കും ദൈവം ജീവൻ നൽകുന്നത്, ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാനും അതുപോലെ തന്നെ സഹോദരങ്ങളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയുമാണ്. അതാണ് ക്രിസ്തു കൽപ്പനകളെല്ലാം സംഗ്രഹിച്ച് ഈ 2 കൽപ്പനകളായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, രണ്ടാമതായിട്ട് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അതാണ് പരിശുദ്ധ മറിയം നമുക്ക് നൽകുന്ന സന്ദേശം. ദൈവം ഈ വലിയ അനുഗ്രഹം നൽകിയപ്പോൾ, ദൈവത്തിൻ്റെ അമ്മയോളം തന്നെ ഉയർത്തിയപ്പോൾ, പരിശുദ്ധ മറിയം അതിൽ അഹങ്കരിക്കാതെ, മറ്റെല്ലാം മറന്നുകൊണ്ട്, അതെല്ലാം തന്നിൽ തന്നെ ഒതുക്കി വയ്ക്കാതെ ഉടനെ തന്നെ തൻ്റെ സഹോദരിയായ എലിസബത്തെ കണ്ട് അവളെ ശുശ്രൂഷിക്കുന്നു. അത് തുടർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ നാം ഉയർത്തപ്പെടണമെങ്കിൽ പരിശുദ്ധ മറിയത്തെ പോലെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ താഴ്മയുള്ളവരായി ജീവിക്കാം. രണ്ടാമതായിട്ട്, താഴ്മയുള്ളവരായി ജീവിക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തും. ദൈവം നമ്മെ ഉയർത്തുന്നത് ദൈവത്തെ സ്നേഹിക്കുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനും എന്നുള്ള സത്യവും നമുക്ക് വിസ്മരിക്കാതിരിക്കാം. അപ്രകാരം പരിശുദ്ധ അമ്മയെപ്പോലെ ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സർവശക്തനായ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.